ഇന്ന് നല്ലൊരു നെത്തോലി മീൻകറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. എരിവും പുളിയും കൂടാതെ പച്ചമുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് കൂടുതൽ രുചികരമാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലായ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുന്നേ നെത്തോലി പീര വറ്റിച്ചതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. ഇത് വലിയ ടൈപ്പിലുള്ള നെത്തോലിയാണ്. ഇതിന് പകരം ചെറിയ നെത്തോലി എടുത്താൽ ഇതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. നല്ല ക്ലീൻ ചെയ്ത എടുത്ത നെത്തോലിയാണ്. ഇനി നമുക്ക് അതിന് വേണ്ട കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ തിരുമിയതും 5-6 ചെറിയ ഉള്ളി, നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും, വലിയ മുളക്, ചെറിയ മുളക് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 6-7 ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം അതിലോട്ട് നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ടിട്ട് അല്പം വെള്ളവും ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നല്ല അരച്ചെടുക്കാം. ഇപ്പോൾ അത് അരച്ചെടുത്തു. ഇനി അതിലോട്ട് തേങ്ങ 1 കപ്പ് തിരുമിയത് അത് ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. എന്നിട്ടൊരു അല്പം വെള്ളം കൂടെ. ഇത് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അരയ്ക്കുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ അരയ്ക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തു. ഇനി നമുക്ക് മീൻ അതിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 4-5 പച്ചമുളക് അരിഞ്ഞ് ചേർക്കണം. അതിൽ നല്ല എരിവുള്ള പച്ചമുളകാണിത്. ഇതിനോടൊപ്പം വലിയ മുളകും ചേർക്കാം. പക്ഷേ എൻ്റെ കൈവശം ഈ ചെറിയ മുളകേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ മുളക് ചേർത്തത്. ഒരു വലിയ മുളകോടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതിന്. 1-2 ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ കൂട്ട് അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ല ഒന്ന് മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിൽ ഒന്ന് ലൂസാക്കി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേ കൂടെ വെള്ളം ഒഴിച്ച് ഈ കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി അല്പം കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. അതുകൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർക്കാം. സോൾട്ടൊക്കെ എപ്പോഴും അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുന്നതാണ് നല്ലത് നോക്കിയിട്ട്. അത് കഴിഞ്ഞ് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയെ ഒന്ന് കൈ കൊണ്ട് നല്ല ഒന്ന് ഞെരടി ഇടേണ്ടതാണ്. ഇതൊരു 10-12 മിനിറ്റ് സമയമെടുത്താണ് വേവിച്ചെടുക്കേണ്ടത്. എന്നാലേ കറി നല്ല കുറുകി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിട്ടതിന് ശേഷം ഇനി നമുക്കതൊന്ന് നല്ല തിളപ്പിച്ച് എടുക്കാം. ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കേണ്ടതാണ്. ഇപ്പോൾ അത് നല്ല കുറുകി വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഊണിനോടൊപ്പം നല്ല രുചികരമായ ഒരു മീൻകറിയാണിത്. ഇനി ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ റിപ്ലൈ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രുചികരമായ ഒരു മീൻകറിയാണ്. എന്നാൽ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.